ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനെ ദീർഘകാലം പരിശീലിപ്പിച്ച പരിശീലകനാണ് ഇവാൻ വുക്കുമനോവിച്ച്. ഈയിടെ പുതിയ ഒരു ടീമിനെ അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇനി മുതൽ സ്ലോവേനിയയിലെ ഫസ്റ്റ് ഡിവിഷനിലാണ് അദ്ദേഹം പരിശീലകനായിക്കൊണ്ട് പ്രവർത്തിക്കുക. പുതിയ അഭിമുഖത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും കേരളത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും കേരളത്തിലേക്ക് മടങ്ങി വരാൻ താൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയിലേക്ക് പരിശീലകന്റെ വേഷത്തിൽ തിരിച്ചെത്തിയേക്കാമെന്നും ഇവാൻ വുക്കുമനോവിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും. കേരളം എൻ്റെ രണ്ടാമത്തെ വീടാണ്. ഏത് സമയത്തും കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ റെഡിയാണ്. ഒരുപക്ഷെ ഞാൻ വീണ്ടും എന്നെങ്കിലും ഒരിക്കൽ ഇന്ത്യയിലേക്ക് പരിശീലകനായിക്കൊണ്ട് തിരിച്ചു പോയേക്കാം. ഞാൻ കേരളത്തെയും അവിടുന്ന് എനിക്ക് ലഭിച്ച ആ ഒരു എക്സ്പീരിയൻസിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഞാൻ അവരോട് വളരെ സത്യസന്ധമായിക്കൊണ്ടാണ് ഇടപഴകിയിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ആളുകളെ നിങ്ങൾക്കൊരിക്കലും കബളിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ബന്ധം ഇത്രയേറെ ദൃഢമായി ഇരിക്കുന്നത്. ഇതാണ് ഇവാനാശാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ കൂടി വളരെയധികം സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മുഖ്യ പരിശീലകനായിക്കൊണ്ട് മടങ്ങി വരിക എന്നുള്ളത് പോസിബിളായ ഒരു കാര്യമാണ്. ഭാവിയിൽ അത് പോസിബിളായ ഒരു കാര്യമാണ്. എന്തെന്നാൽ മാഗ്നം സ്പോർട്സ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണ്. മാഗ്നം സ്പോർട്സുമായിരുന്നു അദ്ദേഹത്തിന് പ്രശ്നം. ആ മാനേജ്മെന്റ് ആയിട്ടായിരുന്നു ഇവാൻ വുക്കുമനോവിച്ചിന് പ്രശ്നം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മാറുകയാണ്, പുതിയ ഉടമസ്ഥർ വരികയാണ്. ഭാവിയിൽ എന്തെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥർ ഇവാനാശാനെ തിരികെ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.